ചേച്ചി, നമ്മളിവിടെ വന്നതൊരു ബഹളമാകുമോ? ആവണം മഹേന്ദ്ര. മരണ വീട്ടിൽ നിന്ന് ഇന്ന് മുത്തുവാരി എടുക്കും നമ്മള്. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? എന്തിനിവിടെ വന്നത്? ചന്ദ്ര, നിങ്ങൾ കാണുന്നതിനപ്പുറം ജീവിതം കണ്ടിട്ടുള്ളതാ ഞാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണം ഉണ്ടാവും. അതെ, ഇപ്പൊ ഇവിടെ വന്നതിനും ചന്ദ്രന്റെ തലയ്ക്ക് മുകളിലൂടെ ഒരു കാരണമുണ്ട്. തലയ്ക്ക് മുകളിലേക്ക്? എന്റെ നിലനിൽപ്പിന് മുകളിലേക്ക് നീ ഒരു തീരാ ശാപമാവെന്ന് കണ്ടപ്പോഴാ എന്റെ കുടുംബത്തിലേക്ക് ഞാൻ മടങ്ങി വന്നത്. ദേ, ഇതിപ്പോ എന്റെ കുടുംബം കൂടിയാ. ഇവിടെ കയറി വരേണ്ട കാര്യം നിനക്കില്ല. എവിടെ എപ്പ കയറി വരണോന്നേ ഞാൻ തീരുമാനിക്കും. അതെ, എന്റെ ഈ ചേച്ചി തീരുമാനിക്കും. അത് ചോദ്യം ചെയ്യാനേ ഞാൻ സമ്മതിക്കില്ല. എടാ ചെക്ക, ഒന്നും മിണ്ടായിരിക്കും. എടാന്നോ? ആണുങ്ങളോടും പെണ്ണുങ്ങളോടും മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് നിന്നോട് ഞാൻ ഉത്തരം പറയില്ല. ചന്ദ്ര, പരിഹാസമൊക്കെ ഞാൻ മനസ്സിലാക്കി. അതിന് മറുപടി ഇവനെ കൊണ്ട് അമൃതയുടെ കഴുത്തിൽ താലി കെട്ടിച്ചുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത്. കലാവതി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ലെങ്കിലോ? ഒരു കാലത്ത് കുടുംബത്തെയും കുട്ടികളെയും ഉപേക്ഷിച്ച് കണ്ണേ കരളേന്നും പറഞ്ഞ് എന്റെ പുറകെ നടന്നിട്ടുള്ളതാ. അന്ന് ഞാൻ പൂട്ടുന്ന നുകത്തിലെ അനുസരണയുള്ള കാളയായിരുന്നു നിങ്ങൾ. കലാവതി, ആ ചാട്ടവാറടി ചവിട്ടി തള്ളിയിട്ടാ ഞാൻ എന്റെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചു വന്നത്. ഇനി എന്റെ കുടുംബജീവിതത്തിൽ കരടാവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ചന്ദ്ര, നോവിച്ചു വിട്ട പാമ്പെന്ന് താൻ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ കലാവതി. എന്നെ വിട്ടിട്ട് മക്കള് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചന്ദ്ര, നിങ്ങക്ക് തെറ്റി. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ഞാൻ സമ്മതിക്കില്ല. ചുമ്മാ പേടിപ്പിക്കാതെ പോടി. ചന്ദ്ര, പോകാനല്ല, അകത്തേക്കാ ഞാൻ വന്നത്. ഈ ഒരു വരവോടെ ഞാൻ പിടിച്ചടക്കും അമൃതയുടെ ജീവിതം. അതില് കരിക്കളാവുന്നതേ അഭിമന്യുവും അനിയത്തിയും ആയിരിക്കും. വാടാ. മോനെ അഭി, എന്നോട് നിങ്ങൾക്കുള്ള ദേഷ്യമെല്ലാം ഈ സമയത്തെങ്കിലും ഒന്ന് മാറ്റിവെക്കണം. എല്ലാ എതിർപ്പും മാറ്റിവെച്ചിട്ടാ ഞാനും എന്റെ അനിയനും ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും മരണസമയത്തെങ്കിലും കുറച്ച് മനുഷ്യത്വം കാണിച്ചതില് നന്ദിയുണ്ട്. എന്നും ഞാൻ മനുഷ്യത്വം കാണിച്ചിട്ടുണ്ട്. എന്നാ ആരും അത് തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ദാ അവള് പോലും. എന്നെ ദ്രോഹിച്ചത് പോരാഞ്ഞിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? നിന്നെ ഞാൻ എന്ത് ദ്രോഹിച്ചെന്നാ? അഭിമന്യുവിന്റെ അമ്മ മരിച്ച ദോഷ സമയത്ത് കല്യാണം നടത്തരുതെന്ന് പറഞ്ഞതാണോ? അത് ഞാൻ അറിയിച്ചില്ലായിരുന്നെങ്കിലേ ആ ദോഷം മുഴുവൻ നിന്റെ തലയിൽ കെട്ടിവെക്കില്ലായിരുന്നു എല്ലാവരും. ആരും എന്റെ മോളെ കുറ്റം പറയില്ല. അവൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. എന്നെ കുറ്റം പറയൂ. കല്യാണം കഴിച്ച് കാല് വെച്ചത് കാലനായിട്ടാന്ന് പറയും. അതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാ ഞാൻ ആ മുഹൂർത്തത്തിൽ വന്ന് തടഞ്ഞത്. ഈ ഒരു കാര്യത്തിലെങ്കിലും എന്റെ സത്യസന്ധത അഭിമന്യു തിരിച്ചറിഞ്ഞു.